ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ CSSൻ്റെ ബേസിക് പ്രോപ്പർട്ടീസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് CSS, അതിൻ്റെ സിൻടാക്സ് ആൻഡ് ടൈപ്സ് ഓഫ് CSS പഠിച്ചു. അപ്പോൾ CSS ഈസ് എ സെറ്റ് ഓഫ് സ്റ്റൈൽ റൂൾസ് ടു സ്റ്റൈൽ എ വെബ് പേജ് അല്ലേ. വെബ് പേജിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എക്സാക്റ്റ് സ്റ്റൈൽ കൊടുക്കാനുള്ള സെറ്റ് ഓഫ് സ്റ്റൈൽ റൂൾസാണ് CSSലുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റൈൽ കൊടുക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയണം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നോക്കാം. കളർ പ്രോപ്പർട്ടി, ഫോണ്ട് പ്രോപ്പർട്ടീസ്, ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ്, ദെൻ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ്, ലിസ്റ്റ് പ്രോപ്പർട്ടി, ലിങ്ക് പ്രോപ്പർട്ടി. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, കളർ പ്രോപ്പർട്ടി. അപ്പോൾ ഒരു വെബ് പേജിലെ ടെക്സ്റ്റിന് കളർ കൊടുക്കാൻ നമുക്ക് കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. കളർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 3 രീതിയിൽ നമുക്ക് കളേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഹെഡിങ് ആയിക്കോട്ടെ, പാരഗ്രാഫ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് 3 രീതിയിൽ കളർ കൊടുക്കാം. ഒന്ന്, ഡയറക്റ്റ് ആ കളറിൻ്റെ പേര്, നെയിം ഓഫ് ദി കളർ കൊടുക്കുക. അതായത് എക്സാമ്പിളായിട്ട് H1 എന്ന് പറഞ്ഞ ഹെഡിങ്ങിനാണ് കളർ കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ CSS യൂസ് ചെയ്താൽ ഇങ്ങനെയാണ് എഴുതുക. സെലക്ടറിന് എഴുതാം ബ്രേസ് ഓപ്പൺ പ്രോപ്പർട്ടി കോളൻ വാല്യൂ സെമി കോളൻ. ഇതാണ് നമ്മൾ സിൻടാക്സ് അല്ലേ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് H1 ബ്രേസ് ഓപ്പൺ കളർ കോളൻ റെഡ് എന്ന് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. റെഡ് എന്ന കളറിൻ്റെ നെയിം ഡയറക്റ്റ് കൊടുക്കാം. ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ റെഡിൻ്റെ നമുക്ക് പകരം അതിന് പകരം ഏതെങ്കിലും ഒരു ഹെക്സാഡെസിമൽ വാല്യൂ, ഓക്കെ, ഹെക്സാഡെസിമൽ വാല്യൂ എഴുതുമ്പോൾ അതിന് ഹാഷ് എന്നിട്ടിട്ട് വേണം ഹെക്സാഡെസിമൽ വാല്യൂ, 6 ഡിജിറ്റ് ഹെക്സാഡെസിമൽ വാല്യൂ, 0ക്കും Fനും ഇടയിലുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ RGB റെപ്രസെൻറ്റേഷൻ. അത് നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. RGB എന്ന് പറഞ്ഞാൽ റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ നമുക്കതിൻ്റെ 3 വാല്യൂസ് RGB, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 വാല്യൂസ് കൊടുത്തിട്ട് ഇതേപോലെ കളർ കോളൻ എന്ന് കഴിഞ്ഞിട്ട് RGB എന്ന് എഴുതി ബ്രാക്കറ്റിൽ 3 വാല്യൂസ് കൊടുക്കുക. 3 വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ റെഡിനെ ഉദ്ദേശിക്കുന്നു, രണ്ടാമത്തെ ഗ്രീന്, മൂന്നാമത്തെ ബ്ലൂ. അപ്പോൾ നമുക്ക് അതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ 0ക്കും 255നും ഇടയിലുള്ള ഏതെങ്കിലും വാല്യൂസ് കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആയിരിക്കും. ഈ 3 പല പല കോമ്പിനേഷൻസ് എടുത്താൽ ഏകദേശം എല്ലാ കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ 3 രീതിയിൽ നമുക്ക് കളേഴ്സ് ടെക്സ്റ്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ഡയറക്റ്റ് നെയിം കൊടുക്കാം, രണ്ടാമത്തത് ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ, മൂന്നാമത്തത് RGB റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഫോണ്ട് പ്രോപ്പർട്ടി. എന്തൊക്കെ ഫോണ്ട് പ്രോപ്പർട്ടീസാണ് നമ്മൾ CSSൽ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഫോണ്ട് ഫാമിലി. അതായത് നമ്മളെ ഫോണ്ട് ഏത് ടൈപ്പ് ഓഫ് ഫേസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഫേസ് എന്നാണ് പറയുക, FACE, ഫേസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ CSSൽ ഫോണ്ട് -ഫാമിലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് എടുത്ത് അതിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഏത് ഫോണ്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാറുണ്ട്. അതായത് ടൈംസ് ന്യൂ റോമൻ വേണോ, ഏരിയൽ വേണോ, ടൈംസ് വേണോ, അങ്ങനെ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ഓഫ് ഫേസസ് ഉണ്ട്. അപ്പോൾ CSSൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോണ്ട് -ഫാമിലി എന്ന് കൊടുത്തിട്ട് അതിലേതെങ്കിലും ഒരു വാല്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ അവിടെ പോയിട്ട് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്കിവിടെ യൂസ് ചെയ്യാം. ഇവിടെയാണ് ഫോണ്ട് ഫാമിലി ടൈംസ് ന്യൂ റോമനും ഏരിയലും ടൈംസും ആണ് എഴുതിയിട്ടുള്ളത് വാല്യൂസായിട്ട്. ഇനി നമുക്ക് അടുത്ത് ഫോണ്ട് സ്റ്റൈല്. അതുപോലെ നമുക്ക് ഫോണ്ടിന് സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റൈൽ എന്ന് പറയുമ്പം ഒന്നുകിൽ നോർമൽ, അതാണ് ഡീഫോൾട്ടായിട്ട് ഉണ്ടാവുക, നോർമൽ ഫോണ്ട്, ദെൻ ഇറ്റാലിക്, ദെൻ ഒബ്ലീക്ക്. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചരിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സാണ് ഉണ്ടാവുക. ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ ലെറ്റേഴ്സ് തന്നെയാണ്, ഇറ്റാലിക് ടൈപ്പ് ലെറ്റേഴ്സ് തന്നെയാണ് ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതൊരു റോമൻ ടൈപ്പ് സ്ലോപ്ഡ് ലെറ്റേഴ്സ് ആയിരിക്കും ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് 3 ഫോണ്ട് സ്റ്റൈലിൽ കൊടുക്കാവുന്ന വാല്യൂസ്. നെക്സ്റ്റ്, ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിക്ക് കൊടുക്കാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ, വാല്യൂസ് കൊടുക്കുമ്പോൾ അതിൻ്റെ നമ്മൾ നമ്പേഴ്സ് ഉള്ള വാല്യൂസ് കൊടുക്കൂലേ സൈസിന്, അപ്പോൾ അത് പിക്സൽ വാല്യൂ ആവാം, PX. അതേപോലെ EM എംഫസൈസ് വാല്യൂസ് ആവാം, അല്ലെങ്കിൽ PT പോയിൻ്റ് വാല്യൂസ് ആവാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വാല്യൂസ് ആവാം. അപ്പോൾ നമ്മൾ ഫോണ്ട് സൈസ് കൊടുക്കുമ്പോൾ 4 രീതിയിൽ നമുക്ക് യൂണിറ്റ്സ് യൂസ് ചെയ്യാം: PX, EM, PT, പെർസെൻറ്റേജ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ 4 യൂണിറ്റ്സ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ 1 EM എന്ന് പറയുന്നത് 16 പിക്സലിന് തുല്യമാണ്. 16 പിക്സൽ = 12 പോയിൻറ്റ് 12 പോയിൻ്റ് എന്ന് പറയുന്നത് 100%നും തുല്യമാണ്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് ഇത് ഏത് യൂണിറ്റ്സ് വെച്ചിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും, കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ ഫോണ്ട് വെയ്റ്റ്.
ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് കൊടുക്കാൻ പറ്റുന്നത് നോർമൽ, ലൈറ്റർ, ബോൾഡ്, ന്യൂമറിക് വാല്യൂ. അതായത് നമുക്ക് വേണമെങ്കിൽ നോർമൽ എന്ന് കൊടുക്കാം. നോർമലാണ് ഡിഫോൾട്ട്, അപ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോണ്ട് വെയിറ്റിൽ ലൈറ്റർ കൊടുത്താൽ കുറച്ചും കൂടി തിക്ക് കുറഞ്ഞിട്ട് വരും. അതുപോലെ ബോൾഡ് കൊടുത്താൽ നല്ല കട്ടിയിൽ വരും ലെറ്റേഴ്സ് വരും. ന്യൂമറിക് വാല്യൂസ്, അതായത് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. ഇപ്പം 900, 200 എന്ന് പറഞ്ഞ് ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പം എക്സാക്റ്റ് ആയിട്ടുള്ള തിക്ക് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ന്യൂമറിക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് തിക്നെസ്, നമുക്ക് ആവശ്യമുള്ള തിക്നെസ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഫോണ്ട് വേരിയൻ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഫോണ്ട് ഹൈഫൺ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നോർമൽ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്സ്, സ്മോൾ ഹൈഫൺ ക്യാപ്സ്. സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെറ്റേഴ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, ഒരു സെൻറ്റൻസ് എടുത്താൽ അതിൽ ഫസ്റ്റ് വേർഡ് എല്ലാം ക്യാപിറ്റലായിരിക്കും സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൽ ഫസ്റ്റ് വേർഡ് മാത്രം വലുതായിട്ടും ബാക്കിയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സൊക്കെ ഒരു സൈസ് കുറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഫോണ്ടിനെയാണ് നമ്മൾ ഫോണ്ട് വേരിയൻറ്റിനെയാണ് സ്മോൾ ക്യാപ്സ് എന്ന് പറയാം. ഓക്കെ, നമുക്കതൊക്കെ കൊടുത്തു നോക്കാം നെക്സ്റ്റ് ലാബ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് ഫോണ്ട് പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ളത്. നമ്മൾ 5 എണ്ണം പറഞ്ഞു. ഫോണ്ട് ഹൈഫൺ ഫാമിലി, ഫോണ്ട് ഹൈഫൺ സ്റ്റൈല്, ഫോണ്ട് ഹൈഫൺ സൈസ്, ഫോണ്ട് ഹൈഫൺ വെയിറ്റ്, ഫോണ്ട് ഹൈഫൺ വേരിയൻറ്റ്. ഓക്കെ, എക്സാമ്പിൾ ഇതാ. നമ്മൾ CSS വെച്ച് ചെയ്യുന്ന ഇൻറ്റേർണൽ CSSൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പാരഗ്രാഫിന് നമുക്ക് ഫോണ്ട് സൈസ് കൊടുക്കുകയാണെങ്കിൽ P ബ്രേസ് ഓപ്പൺ ഫോണ്ട് ഹൈഫൺ സൈസ് ഈസ് ഈക്വളൻ 20 PT 20 പോയിൻ്റ് കൊടുത്തു. സെമിക്കോളൻ ഇട്ട് അടുത്ത പ്രോപ്പർട്ടി ഫോണ്ട് ഹൈഫൺ വെയിറ്റ് കോളൻ ബോൾഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ പാരഗ്രാഫ് നമ്മൾ ചെയ്യാൻ പോകുന്ന പാരഗ്രാഫിന് സൈസ് 20 പോയിൻ്റ് ആയിരിക്കും, അതിൻ്റെ വെയിറ്റ് ബോൾഡ് ആയിരിക്കും. ഓക്കെ, സ്റ്റൈൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മളിനി ബോഡി ഓപ്പൺ ചെയ്തിട്ട് പാരഗ്രാഫ് ടാഗിനകത്ത് എഴുതുന്ന കണ്ടൻറ്റിന് ഈ 2 പ്രോപ്പർട്ടീസും അപ്ലൈ ആവും. ഇനി നമ്മൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസാണ് പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ. അതായത് നമ്മൾ ടെക്സ്റ്റിന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് കൊടുക്കണോ, റൈറ്റിലേക്ക് അലൈൻ ചെയ്യണോ, സെൻറ്റർ ഓർ ജസ്റ്റിഫൈ, ഇതിലേത് വേണം ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ഡെക്കറേഷൻ. ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റിന് ഒന്നുകിൽ ഓവർലൈൻ എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ, അതാണ് ഓവർലൈൻ. അണ്ടർലൈൻ, അതേപോലെ ലൈൻ ത്രൂ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ, മുകളിലെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ോട് ചേർന്ന് തന്നെ ഒരു ലൈൻ വരിക. അപ്പോൾ ലൈൻ ത്രൂ, അതിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ, നൺ. ഈ 4 ഡെക്കറേഷൻസും നമുക്ക് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഹൈഫൺ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് നമുക്ക് ലോവർ കേസ് എന്ന് കൊടുക്കാം വാല്യൂ ആയിട്ട് ടെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷന്, അതേപോലെ അപ്പർ കേസ് എന്ന് കൊടുക്കാം, അതേപോലെ ക്യാപിറ്റലൈസ് എന്ന് കൊടുക്കാം. ക്യാപിറ്റലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം എന്താ പറയുക ക്യാപിറ്റൽ ആവുന്നതാണ് ക്യാപിറ്റലൈസ്. അങ്ങനെ വേണമെങ്കിൽ വാല്യൂ കൊടുക്കാം. ടെക്സ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പാരഗ്രാഫൊക്കെ തുറക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്പേസ് കൊടുക്കില്ലേ, അതാണ് ടെക്സ്റ്റ് ഇൻഡൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ നമ്മൾ പിക്സലിൽ കൊടുക്കാം, അല്ലെങ്കിൽ പോയിൻ്റ് കൊടുക്കാം, അല്ലെങ്കിൽ EM അല്ലെങ്കിൽ പെർസെൻറ്റേജ് കൊടുക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. P എന്ന് കൊടുത്ത് ടെക്സ്റ്റ് ഹൈഫൺ ഡെക്കറേഷൻ കോളൻ അണ്ടർലൈൻ സെമിക്കോളൻ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിന് അണ്ടർലൈൻ വരണം. അതേപോലെ ടെക്സ്റ്റ് ഹൈഫൺ ഇൻഡൻറ്റ് 3 പിക്സൽ, അതായത് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 3 പിക്സൽ സ്പേസ് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പിക്സൽ അവിടെ കൊടുത്തു. അപ്പോൾ ഈ 2 പ്രോപ്പർട്ടീസാണ് ആ പാരഗ്രാഫിന് അപ്ലൈ ആവുന്നത്. ഇനി അടുത്ത് H1 ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. അതായത് ഹെഡിങ് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ കോളൻ സെൻറ്റർ എന്ന് കൊടുത്തു. സ്റ്റൈൽ ക്ലോസ് ചെയ്തു. അപ്പോൾ പാരഗ്രാഫിനും H1 ഈ പറഞ്ഞ 2 പ്രോപ്പർട്ടീസും അപ്ലൈ ആവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് 4 എണ്ണം പഠിച്ചു. ടെക്സ്റ്റ് ഹൈഫൺ അലൈൻ, ടെക്സ്റ്റ് ഹൈഫൺ ഡെക്കറേഷൻ, ടെക്സ്റ്റ് ഹൈഫൺ ട്രാൻസ്ഫോർമേഷൻ, ടെക്സ്റ്റ് ഹൈഫൺ ഇൻഡൻറ്റ്. അപ്പോൾ അതിന് കൊടുക്കാവുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ്. CSSൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ ഇമേജ് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ പൊസിഷൻ, ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ റിപ്പീറ്റ്, ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബോഡിക്കകത്ത് കൊടുക്കാവുന്ന പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതവിടെ ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ ഇമേജ് എന്ന് പറഞ്ഞ് കോളിനിട്ട് URL flower.jpg, അത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇമേജ് കൊടുത്തതാണ്.
അതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ കോളൻ ഇട്ടിട്ട് റെഡ് എന്നോ ഒരു കളറിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ RGB വാല്യൂ കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറിന് പകരം ഇമേജ് കൊടുക്കാം. അതാണ് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ ഇമേജ്. ഇമേജ് കൊടുക്കുന്ന സമയത്ത് അതിനൊരു സിൻടാക്സ് ഇങ്ങനെയാണ്. ഇമേജ് കോളൻ ഇട്ടിട്ട് URL എന്ന് എഴുതണം. URL എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ പേര് ഡയറക്റ്റ് എഴുതിയാൽ പോരാ, URL എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ വേണം ഡബിൾ കോഡ്സിൽ ആ ഇമേജിൻ്റെ പാത്ത് കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ ഡയറക്റ്റ് ഞാൻ ഡെസ്ക്ടോപ്പിലായതുകൊണ്ട് flower.jpg ബ്രാക്കറ്റിൽ കൊടുത്തു. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഫോൾഡറിലാണെങ്കിൽ നിങ്ങളത് കറക്റ്റ് ആ പാത്ത് അവിടെ flower.jpg പകരം അവിടെ പാത്ത് എഴുതണം. ഓക്കെ, ഇപ്പോൾ ഡിയിൽ ന്യൂ ഫോൾഡറിലാണെങ്കിൽ d:/new folder/flower.jpg എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് പാത്ത് അവിടെ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ HTML പോലെയല്ല, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ ഇമേജ് കഴിഞ്ഞിട്ട് കോളൻ ഇട്ടിട്ട് URL എന്ന് എഴുതണം. ഓക്കെ, അതാണ് മെയിൻ ഡിഫറൻസ്. ഓക്കെ, ദെൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ പൊസിഷൻ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇമേജാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ കളറാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പൊസിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ആണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ നമുക്ക് പൊസിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ പൊസിഷൻ. ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ എന്താ പറയുക, ലെഫ്റ്റ് ടോപ്പ്, ഇവിടെ ഞാൻ ലെഫ്റ്റ് ടോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ടോപ്പിലായിട്ടാണ് ഇമേജ് വരിക. അത് വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ബോട്ടം എന്നൊക്കെ പറഞ്ഞ് രണ്ട് വാല്യൂസ് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ സെൻറ്റർ എന്ന് മാത്രം കൊടുക്കാം, പൊസിഷൻ സെൻറ്റർ എന്ന് കൊടുക്കാം. പിന്നെ അതുമല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, പെർസെൻറ്റേജിൽ കൊടുക്കാം. അതായത് 200 പിക്സൽ 100 പിക്സൽ. അപ്പോൾ X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും നമുക്ക് വാല്യൂസ് കൊടുക്കാം. XY ഡയറക്ഷൻ വാല്യൂസ് അവിടെ പൊസിഷനായിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്. റിപ്പീറ്റ് എന്ന് പറയുമ്പം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റിൽ X ഡയറക്ഷനിലാണെങ്കിൽ റിപ്പീറ്റ് X എന്ന് കൊടുക്കാം. റിപ്പീറ്റ് ഹൈഫൺ X ആണ്. അതായത് Y ഡയറക്ഷനിലാണെങ്കിൽ റിപ്പീറ്റ് ഹൈഫൺ Y എന്ന് കൊടുക്കാം. ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നോ റിപ്പീറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഹൈഫൺ അറ്റാച്ച്മെൻറ്റ്. അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമേജിനെ നമുക്ക് ഫിക്സ് ചെയ്യാം, സ്ക്രോൾ ചെയ്യാം. രണ്ട് വാല്യൂസാണ് യൂസ് ചെയ്യുന്നത്, ഫിക്സ്ഡും സ്ക്രോളും. ഓക്കെ, ഫിക്സ്ഡ് ആണെങ്കിൽ ആ ഇമേജ് നമ്മൾ താഴോട്ട് പിന്നെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് ഫിക്സ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റിൻ്റെ വാല്യൂ സ്ക്രോൾ എന്ന് കൊടുക്കണം. അങ്ങനെ രണ്ട് വാല്യൂസാണ് ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച്മെൻറ്റിന് ഉള്ളത്. അപ്പോൾ ഇത്രയും 5 പ്രോപ്പർട്ടീസാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. അതിൽ ബാക്ക്ഗ്രൗണ്ട് കളറാണെങ്കിൽ ഈ 4 പ്രോപ്പർട്ടിയും യൂസ് ചെയ്യേണ്ടത് ആവശ്യമില്ല. ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജാണ് കൊടുക്കുന്നതെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ പൊസിഷൻ ചെയ്യാം, റിപ്പീറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാം, അറ്റാച്ച്മെൻറ്റ് വേണമെന്ന് തീരുമാനിക്കാം, ഫിക്സ് ആണോ സ്ക്രോൾ ആണോ എന്നുള്ളത് തീരുമാനിക്കാം. അതാണ് അറ്റാച്ച്മെൻറ്റ്. ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇവിടെ സൈഡിൽ എഴുതിയിട്ടില്ല, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തരാം. ലിസ്റ്റ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ലിസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ലിസ്റ്റ് പ്രോപ്പർട്ടിയിൽ നമ്മൾ കൊടുക്കേണ്ടത് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ടൈപ്പ്. ലിസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും അല്ലേ. ആ ലിസ്റ്റിൻ്റെ ഐറ്റം മാർക്കർ, അതായത് ബുള്ളറ്റ്സ് ഇല്ലേ, ആ ബുള്ളറ്റ്സിൻ്റെ സിമ്പൽ നമുക്ക് തീരുമാനിക്കാം. അതിൻ്റെ ടൈപ്പ് ഏത് വേണമെന്നുള്ളത്, സർക്കിൾ വേണോ, സ്ക്വയർ വേണോ, അപ്പർ റോമൻ വേണോ, ലോവർ ആൽഫ വേണോ, അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സിമ്പലാണ് ഐറ്റം മാർക്കറായിട്ട് വേണ്ടതെന്നുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് സെറ്റ് ചെയ്യാം. പ്രോപ്പർട്ടീൻ്റെ പേര് ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ടൈപ്പ്. കോളൻ സർക്കിൾ എന്ന് കൊടുത്താൽ ആ ബുള്ളറ്റ് സർക്കിൾ ഷേപ്പിൽ വരും. ഇനി അടുത്തത് നമുക്ക് ആ ബുള്ളറ്റ് ആ ബുള്ളറ്റിന് പകരം നമുക്ക് സർക്കിളും ഇതിനൊക്കെ പകരം ഒരു ഇമേജ് തന്നെ ബുള്ളറ്റായിട്ട് സെറ്റ് ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്നതാണ് ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ഇമേജ്. കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റിനാണ് നമ്മൾ ബുള്ളറ്റ്സ് യൂസ് ചെയ്യാറ്. അപ്പോൾ UL അൺഓർഡേർഡ് ലിസ്റ്റിന് യൂസ് ചെയ്യുന്ന ടാഗാണ് UL. അപ്പോൾ ULനൊരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ഇമേജ്. അപ്പോൾ നമ്മൾ ആ ബുള്ളറ്റിൻ്റെ സ്ഥാനത്ത് ഇമേജ് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്, ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ ഇമേജ്. ഒരു കോളിനിട്ടിട്ട് URL ഏത് ഇമേജാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കേണ്ടത് URL എന്ന് എഴുതിയിട്ട് അതിനകത്താണ്. ഓക്കെ, ഇവിടെ URL ബ്രാക്കറ്റിൽ icon.jpg എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ
മാർക്കറായിട്ട് ഐറ്റം മാർക്കറായിട്ട് ഒരു ഇമേജാണ് വരിക. icon.jpg എന്ന് പറഞ്ഞ ഇമേജ്. വേറൊരു പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ ഹൈഫൺ പൊസിഷൻ. ഓക്കെ, നമ്മളെ ഐക്കൺ വരേണ്ടത് ഇൻസൈഡ് ആയിട്ടാണോ ഔട്ട്സൈഡ് ആയിട്ട് ഒരു മാർജിൻ ഉണ്ട് നമ്മളെ വെബ് പേജിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണോ വരേണ്ടത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടാണോ വരേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഒരു വെബ് പേജിൽ റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് കാണിക്കാം. എന്നാലേ പറഞ്ഞാലും മനസ്സിലാവില്ല, ഔട്ട്പുട്ട് കാണിക്കാം. അപ്പോൾ നമുക്കത് ഇൻസൈഡ് എന്ന പൊസിഷൻ കൊടുക്കാം. ആ ബുള്ളറ്റ്സിന് ഇൻസൈഡ് പിന്നെ ഔട്ട്സൈഡ്. ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈല്. അടുത്തത് ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ എന്ന് മാത്രമൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ 3 പ്രോപ്പർട്ടി എന്താണ്? സ്റ്റൈൽ ടൈപ്പ് പറഞ്ഞു, സ്റ്റൈൽ ഇമേജ് പറഞ്ഞു, ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷൻ പറഞ്ഞു. ഇത് കൂടാതെ നമുക്ക് ഇതെല്ലാം കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒറ്റ ലൈനിൽ തന്നെ ഈ 3 പ്രോപ്പർട്ടിയും കൊടുക്കാൻ വേണ്ടി ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. ഓക്കെ, ടൈപ്പ് ഇമേജ് എന്നൊക്കെ പ്രത്യേകം പറയാതെ ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ എന്ന് മാത്രം പറഞ്ഞ് എല്ലാ പ്രോപ്പർട്ടിയും കൂടി അതിൽ വാല്യൂസും അതിൽ കൊടുക്കാം. നോക്കുക, എക്സാമ്പിൾ ഞാൻ കാണിക്കാം. UL ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈൽ എഴുതി കോളൻ ഇട്ടിട്ട് സ്ക്വയർ ഇൻസൈഡ് URL. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് കൊടുത്തത് ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പാണ്, രണ്ടാമത് കൊടുക്കുന്നത് ലിസ്റ്റ് സ്റ്റൈൽ പൊസിഷനാണ്, മൂന്നാമത് കൊടുക്കുന്നത് ലിസ്റ്റ് സ്റ്റൈൽ ഇമേജാണ്. അപ്പോൾ ഈ ഓർഡറിൽ വാല്യൂ കൊടുത്താൽ 3 പ്രോപ്പർട്ടിയും അറ്റ് എ ടൈമിൽ ഈ ഒരു ലിസ്റ്റ് ഹൈഫൺ സ്റ്റൈലിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത ലിങ്ക് പ്രോപ്പർട്ടീസ്. ലിങ്ക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ടാഗില്ലേ ഹൈപ്പർ ലിങ്ക് ടാഗിന് എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കാം. ലിങ്ക് ക്യാൻ സ്റ്റൈൽ വിത്ത് എനി CSS പ്രോപ്പർട്ടി. അതായത് ലിങ്ക് പ്രോപ്പർട്ടി നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഏത് CSS പ്രോപ്പർട്ടീസും ലിങ്ക്സിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ലിങ്ക് എന്ന് പറഞ്ഞാൽ ടാഗിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ ലിങ്കിന് അഡീഷണലി നമ്മൾ 4 സ്റ്റേറ്റ്സ് പഠിച്ചിട്ടുണ്ട്. 4 ലിങ്ക് സ്റ്റേറ്റ്സ് നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു? ഒന്ന് അൺവിസിറ്റഡ് ലിങ്ക്, രണ്ടാമത്തത് ലിങ്ക് അൺവിസിറ്റഡ് ലിങ്ക് പറഞ്ഞു. പിന്നെ വിസിറ്റഡ്, അതായത് ഒരു യൂസർ വിസിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വിസിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ്. അപ്പോൾ ആദ്യം അൺവിസിറ്റഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, രണ്ടാമത് വിസിറ്റഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, മൂന്നാമത് ഹവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൗസ് ആ ലിങ്കിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്റ്റേറ്റ്, അതാണ് അവർ സ്റ്റേറ്റ്. ഓക്കെ, അവർ സ്റ്റേറ്റ്. ഇനി നാലാമത്തത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയം, ക്ലിക്ക്ഡ് മൊമെൻറ്റ്, അതാണ് ആക്റ്റീവ്. ആക്റ്റീവ്. ഇങ്ങനെ 4 സ്റ്റേറ്റ് ഒരു ലിങ്കിനുണ്ട്. അപ്പോൾ ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ 4 സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകുന്നു. നമ്മൾ വിസിറ്റ് ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയിൽ, അപ്പോൾ അതാണ് ലിങ്ക്. രണ്ടാമത് നമ്മൾ വിസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് നോക്കുമ്പോൾ വിസിറ്റഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് സ്റ്റേറ്റിലാണ് അത് ഉണ്ടാവുക. അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസ് അവിടെ കൊണ്ടുപോയാൽ ആ അവർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെത്തി. പിന്നെ നമ്മളത് ആക്റ്റീവായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലിങ്കിൽ നമ്മൾ കയറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ക്ലിക്ക്ഡ് മൊമെൻറ്റിൽ അതിന് ആക്റ്റീവ് എന്ന് പറയും. 4 സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ ഹവർ ബ്രേസ് ഓപ്പൺ കളർ റെഡ് എന്ന് എഴുതി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസ് ആ ലിങ്കിലേക്ക് കൊണ്ടുപോകുമ്പം റെഡ് കളർ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹവറിനകത്ത് ബ്രേസിൽ കളർ റെഡ് എന്ന് എഴുതിയത്. അപ്പോൾ എപ്പോഴും റെഡ് കളർ ആയിരിക്കില്ല, നമ്മൾ എപ്പോഴാണോ മൗസ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പം മാത്രം കളർ എന്താവും? റെഡ് ആവും. ആ രീതിയിൽ നമുക്ക് ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. ഏത് പ്രോപ്പർട്ടി നമ്മൾ ഇതുവരെ പഠിച്ച ഏത് പ്രോപ്പർട്ടിയും ഈ ലിങ്കിൽ അപ്ലൈ ചെയ്യാം നമുക്ക്. പക്ഷേ അതിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ മാത്രമല്ല, എൻ്റെ തന്നെ 4 സ്റ്റേറ്റിലും നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അവർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഈ കളർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.